അവതരിപ്പിക്കുന്ന ഈ ഹ്രസ്വ ചിത്രീകരണത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് റൈസ് ആൻഡ് റീസ്റ്റോർ ദ പ്രേയർ ആൾട്ടർ. ഉണരുവീൻ, പ്രാർത്ഥനാ യാഗപീഠങ്ങളെ പുനഃസ്ഥാപിക്കുവീൻ. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഈ ചിത്രീകരണം അനുഗ്രഹവും ആത്മീക അഭിവൃദ്ധിക്ക് കാരണവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു സായാഹ്നത്തിലെ മാത്തുക്കുട്ടി ഷായന്റെയും കുഞ്ഞുമോളാന്റിയുടെയും കുടുംബ പ്രാർത്ഥനയിലേക്ക് കടന്നു ചെല്ലാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. സ്വർഗീയ പിതാവേ, നൽകിയ നല്ല ദിവസത്തിനായി നന്ദി. ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ കാത്ത കൃപയ്ക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുടുംബമായി തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാരെ കർത്താവെ അവിടുന്ന് കാവലായി നിയമിച്ചിരിക്കാൻ നന്ദി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്നും എന്നേക്കും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പപ്പ, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും എനിക്ക് വളരെ ഇഷ്ടമാണ്. സത്യമാണ് മോനെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ ശക്തമേറിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അതെ പപ്പ, എന്റെ മനസ്സിലെ ഭാരം പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ എവിടെ പോയെന്നേ അറിയില്ല. ഐ ഫീൽ വെരി ലൈറ്റ് നൗ. മക്കളെ, ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്? വാ മോളെ, നമുക്ക് ഡിന്നർ റെഡിയാക്കാം. വചനം പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകുന്നു. Post and struck a German body. Perez, Biglia, rolled through here for Lionel Messi. Flag stay down and Messi has rolled it. ഒരു ചാൻസ് ഉണ്ടായിരുന്നു, കൊണ്ടുപോയി കളഞ്ഞു. നിന്നെ കൊണ്ട് തോറ്റല്ലോടാ. എന്ത് ബഹളമായത്? നിന്റെ ഒരു ഫുട്ബോൾ പ്രാന്ത്. ഒന്ന് പോ പപ്പ. പപ്പായ്ക്ക് ഫുട്ബോളിനെ കുറിച്ച് എന്തോ അറിയാം. പപ്പായ്ക്ക് അറിയാം ഫുട്ബോളിലെ ഏറ്റവും നല്ല പ്ലെയേഴ്സ് ആരാണെന്ന്? എനിക്ക് ഫുട്ബോളിൽ അറിയാവുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് റൊണാൾഡോയും മറ്റേത് മെസ്സി. ഓ ഭാഗ്യം, അത്രയെങ്കിലും അറിയാമല്ലോ പപ്പായ്ക്ക്. ഹലോ ഗൈസ്, ഇവിടെ നോക്കൂ. ദിസ് ഈസ് മൈ ഹൗസ്. ലുക്ക് ഹൗ ജോയ്ഫുൾ ടൈം വി ആർ ഹാവിംഗ് ഹിയർ. ഇത് എൻ്റെ പപ്പ, ഇത് എൻ്റെ ബ്രദർ ജോൺ. അവന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ്. ദേ നോക്ക്, ഇതാണ് എൻ്റെ പ്രാർത്ഥന വീരയായ അമ്മ കുഞ്ഞുമോൾ. എല്ലാവരും മതിയാക്ക്, നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. മോനെ ജോൺ, മോളെ റിയ, വരൂ നമുക്ക് പ്രാർത്ഥിക്കാം.
എന്തുവാ മമ്മി? ദേ ഇപ്പൊ വരാം, ഒരു 5 minutes. ഈ മാച്ചിന്റെ എക്സ്ട്രാ ടൈം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മോട് കൂടിയിരിക്കേണ്ടതിനും സകല സത്യത്തിലും നമ്മളെ വഴി നടത്തേണ്ടതിനും സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥനെ നമുക്ക് നൽകിയിരിക്കുന്നു. എഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയാകുന്ന യാഗപീഠത്തിലെ തീ കുറഞ്ഞു പോയിരിക്കുന്നു, അത് കെട്ടുപോകും. നീ കാണുന്നില്ലേ, നീ ഫുൾ ടൈം ഓൺലൈനിലായിരിക്കുമ്പോ നിനക്ക് എത്ര ഫോളോവേഴ്സിനെയാണ് ലഭിക്കുന്നത്? കുറച്ചുകൂടി ശ്രമിക്കും. ഒരു വീഡിയോ കൂടി ഉണ്ടാക്കിയ കുറച്ചുകൂടി ഫോളോവേഴ്സിനെ നിനക്ക് കിട്ടും. പ്രാർത്ഥിച്ച് വേസ്റ്റ് ആക്കുന്ന സമയം നീ ഇതിന് വേർതിരിക്കുക. Wow! Oh my God! Look at this! ഒരു മണിക്കൂറിൽ തന്നെ 5K followers. John, come and see. 5K followers in just 1 hour. പൊളിച്ച്. ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. റിയ, come, let's go for a party. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ യാഗപീഠത്തിന് തീ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലെ ആത്മമനുഷ്യൻ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ വാ ചായ. എന്തായാലും ഇത്ര സമയമായില്ലേ, നമുക്കിനി വാർത്ത കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ദൈവസാന്നിധ്യത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ബൈബിളും വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഒരു പുരുഷനാണ്, വാർത്തയൊക്കെ അറിയണ്ടേ? നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് ശരിയാണ്. 4 ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യണമെങ്കിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാ പിന്നെ ചാനൽ ചർച്ച കാണാം. നമസ്കാരം. PV അൻവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവിന്റെ മർമ്മരം കേൾക്കൂ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ യാഗപീഠത്തിലെ തീ അണഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ. ഒന്ന് വാ അച്ഛാ, എത്ര നേരമായി വിളിക്കുന്നു. ഓ എന്റെ കുഞ്ഞുമോളെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഈ ചർച്ച ഇപ്പൊ തീരും, ഒരു 5 മിനിറ്റ്. ഇതാരാ ഇപ്പൊ വിളിക്കുന്നത്? ഈ നമ്പർ എനിക്ക് അറിയത്തില്ലല്ലോ. ഹലോ, ആരാണിത്? നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ആണ് വിളിക്കുന്നത്. ഇത് ജോണിന്റെ പ്രിയയുടെ ഫാദർ ആണോ? അതെ സാർ, പറയൂ. നിങ്ങളുടെ മക്കള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവരുടെ കൈവശം ഡ്രഗ്സ് ഉള്ളതായിട്ട് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അയ്യോ, പോലീസ് അവരെ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി പിടിച്ചിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഇല്ല, ഇത് സത്യമായിരിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ യൂത്ത് മീറ്റിങ്ങിനും സൺഡേ സ്കൂളിനും ചർച്ച് കൊയറിനും മറ്റെല്ലാ ചർച്ച ആക്ടിവിറ്റീസിനും പോകുന്നവരാണ്. ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈയിടെയായി അവരുടെ പ്രാർത്ഥനാ ജീവിതം പിന്മാറ്റത്തിലാണ്. എന്റെ കുഞ്ഞുമോളെ, നീ ഒന്ന് സമാധാനപ്പെടും. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തുമെന്ന് ബൈബിളിൽ പറയുന്നില്ലേ? നീതീകരിക്കുന്നവൻ നമ്മുടെ ദൈവമല്ലേ? ഞാൻ അനേകം പ്രാവശ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ യാഗപീഠത്തിൽ അല്പം പോലും തീയില്ല, അതെല്ലാം തണുത്തുറഞ്ഞിരിക്കുന്നു. നാഥാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവരണമേ. അങ്ങ് ഞങ്ങളുടെ ചുറ്റും കോട്ടയായിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? അങ്ങ് ഞങ്ങൾക്ക് നിയമിച്ചാക്കിയ കാവൽ ദൂതന്മാർ എവിടെ? ഇങ്ങനെ ശീതവാനും ഉഷ്ണവാനും അല്ലാതെ ശീതോഷ്ണവാനാകിയാൽ എന്റെ വായിൽ നിന്ന് നിന്നെ ഉമിണ്ണു കളയുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് നമുക്കിനി വളരെ എളുപ്പത്തിൽ ഇവരുടെ യാഗപീഠം തകർത്തു കളയാൻ കഴിയും. അവർ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ഗെയിമിലും അഡിക്റ്റ് ആയിരിക്കുന്നു. ലോകമോഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്നല്ലേ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് അവരെ നശിപ്പിക്കുവാൻ നമുക്ക് വളരെ എളുപ്പം.
കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നല്ലവനും ക്ഷമിക്കുന്നവനുമായ ദൈവമാകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മടക്കി തരണമേ അപ്പാ. നാം ഏതു വിധേന പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവരിപ്പോൾ നമ്മുടെ കൈപ്പിടിയിലായിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ നമ്മുടെ ബോസിനെ അറിയിക്കാം. പൈശാചിക ലോകത്തിൽ മാനവരാശിയെ ഉന്മൂലനം ചെയ്യുവാൻ പുതിയ പദ്ധതികളുടെയും തന്ത്രങ്ങളുടെയും ആവിഷ്കാരം തുടർന്ന് കാണുക. പ്രിയ ഡെവിൾസ്, പ്രാർത്ഥനാ യോദ്ധാവിന്റെ വീട്ടിൽ എങ്ങനെയുണ്ട് നമ്മുടെ പുരോഗമനം? ബോസ്, എല്ലാം അടിപൊളിയാണ് ബോസ്. ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ ഉള്ളത് ബോസ്. മൊബൈൽ കണ്ടപ്പോഴേ ആ പെൺകൊച്ച് കറങ്ങി വീണു. അപ്പനാണെങ്കിൽ ന്യൂസ് അപ്ഡേറ്റിന്റെ പുറകെ, പയ്യനാണ് ഫുട്ബോൾ ഭ്രാന്ത്. മാത്രമല്ല ഇപ്പൊ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ്. ഇത്തവണയെങ്കിലും ബോസ് എന്റെ ഇൻക്രിമെന്റ് ഒന്ന് പരിഗണിക്കണം. ഇൻക്രിമെന്റ് ആരോട് നിൽക്കട്ടെ ബോസ്, ഒരു കാര്യമുണ്ട്, ആ പ്രാർത്ഥന സ്ത്രീയെ ഇവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ പേടി സ്വപ്നം, അവളുടെ പ്രാർത്ഥന. ഒരു രക്ഷയുമില്ലാതെ തകർക്കാൻ. അത് വിഷമിക്കണ്ട, അവളെ വീഴ്ത്താൻ എനിക്ക് മറ്റൊരു തന്ത്രമുണ്ട്. ശരി, എന്റെ മറ്റു പദ്ധതികളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എവിടെ? ബോസ്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്രോജക്റ്റ് വളരെ മനോഹരമായി പോകുന്നു. അത് റീൽസും ഓൺലൈൻ ഗെയിമുകളും വീഡിയോസും ഒക്കെയായി കവർ ചെയ്യുന്നു. ഇത് ശരിക്കും ഫ്രൂട്ട്ഫുൾ ആണോ? അത് മാത്രമല്ല, സൈറ്റൻ സർവീസും ഐഡൽ വർഷിപ്പും വളരെ മുൻപന്തിയിലുണ്ട്. നല്ലൊരു പെർസെന്റേജ് എത്തിസ്റ്റുകളുമുണ്ട്. ബാക്കിയുള്ളവർ സയൻസിൽ മാത്രം വിശ്വസിക്കുന്നു. തീരെ ചെറിയൊരു കൂട്ടം മാത്രമാണ് ബോർഡഗെയിനായി അവകാശപ്പെടുന്നത്. Well done, dear devils. എന്റെ ബിസി പ്രോജക്റ്റ് ആയ ബി അണ്ടർ സൈറ്റൻസ് യോക്കിന്റെ ലീഡർ എവിടെ? അവന്റെ പ്രോജക്റ്റ് ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല ബോസ്. അവൻ സൂപ്പർ ബിസിയാണ്. ലാസ്റ്റ് മന്ത് റിപ്പോർട്ടും പെൻഡിങ് ആണ്. സോറി ബോസ്, വർക്കിംഗ് ക്ലാസ് ഓവർ ടേബിളും സ്റ്റുഡൻസിനെ ട്യൂഷനിലും ഞാൻ ബിസി ആക്കിയിട്ടുണ്ട്. ഇതിൽ ഞാനും കുറച്ച് ബിസി ആയിപ്പോയി ബോസ്. എന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ എനിക്ക് 2 അസിസ്റ്റന്റ്മാരെ കൂടെ അലോട്ട് ചെയ്ത് തരണം ബോസ്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ട്. ആ കുടുംബവും വളരെ വേഗത്തിൽ തന്നെ എന്റെ കൈപ്പിടിയിൽ ഒതുക്കും. അതിന് ഞാനൊരു പുതിയ ഐഡിയ പറഞ്ഞു തരാം. വാ. ഓക്കേ ബോസ്.
ദൈവവചനം പറയുന്നു, അവർ നിന്റെ ജനത്തിനു നേരെ ഉപായം വിചാരിക്കുകയും തന്റെ ഗുപ്തന്മാർക്ക് നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം തകർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ധൈര്യപ്പെടുത്തുന്നതിനുള്ള ദൈവിക പദ്ധതികൾ നമുക്ക് വീക്ഷിക്കാം. മാത്തുക്കുട്ടി അച്ചായ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. അച്ചായ, ഞാൻ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്തോ ഒരു വലിയ പ്രശ്നത്തിലാണെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. നിങ്ങളെ ഒന്ന് വന്ന് കാണാൻ എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സെക്രട്ടറി അച്ചായനെയും കൂട്ടി നേരിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അച്ചായ. എന്തു പറ്റിയ അച്ചായ? എന്താണ് പ്രശ്നം? പാസ്റ്ററെ, ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാണെന്ന് പാസ്റ്റർക്ക് അറിയാമല്ലോ. ഇപ്പം ഞങ്ങൾക്കൊരു സമാധാനമില്ല. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും എന്തോ പ്രശ്നത്തിലാകപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. അതെ പാസ്റ്ററെ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വളരെയധികം കുറഞ്ഞു പോയി. സാരമില്ലെന്നേ, ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോട് ഉറപ്പായിട്ടും അടുത്ത് വരും. നമുക്ക് അനുതപിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ബ്രദർ മാത്തുക്കുട്ടി, നാം ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ച നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥനയും വചനധ്യാനവും ആരാധന കൂട്ടങ്ങളാകുന്ന യാഗപീഠത്തെ ഓരോ കുടുംബങ്ങളും പുതുക്കി പണിത് ഒന്നിച്ചു വന്നാൽ ഉണർവ് സംഭവിക്കും. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് സർവവും അറിയുന്നല്ലോ ദൈവമേ. ഇന്ന് ഈ കുടുംബം കടന്നു പോകുന്ന ഈ പ്രയാസത്തിൽ അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. തിരുസന്നിധിയിൽ മക്കളായ ഞങ്ങൾ ഈ കുടുംബത്തെ സമർപ്പിച്ച് തരുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, ആഴിയുടെ ഉറവിടവും ആകാശത്തിന്റെ കിളിവാതിലുകൾ അടയ്ക്കുവാനും തുറക്കുവാനും കഴിവുള്ളവൻ, ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും യഹൂദാ ഗോത്രത്തിൻ സിംഹമായവനും, അവനാണ് നമ്മുടെ നായകൻ. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമാമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. ഈ കുടുംബത്തിൽ നിനക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ വേർക്കുന്നത്. അങ്ങ് എന്തിനാണ് ഇവരെ എത്രയധികം സ്നേഹിക്കുന്നത്? ഞാൻ എന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് നിത്യത വാഗ്ദത്തം ചെയ്ത വിലയേറിയ മക്കളാണിവർ. അവർ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുന്നു. എന്റെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിനക്ക് ഈ തീ അണയ്ക്കുവാൻ കഴിയുകയില്ല. വേഗം നീ ഈ നിമിഷം കടക്ക പുറത്ത്. വേഗം വിട്ടോടാ, ഇല്ലെങ്കിൽ പന്നിക്കൂട്ടത്തിൽ പോകേണ്ടി വരും. മിസ്റ്റർ മാത്തുക്കുട്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശോധിച്ചു. അവർ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞതുകൊണ്ട് അവരെ വിട്ടയച്ചിരിക്കുന്നു. പപ്പ, ഐ എം സോറി പപ്പ. ഞങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചതിന് ഞങ്ങളോട് ക്ഷമിക്കണേ പപ്പ. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്.
അതെ പപ്പ, ഞങ്ങളെ രക്ഷിച്ചത് കർത്താവിന്റെ കരുണയും നിങ്ങളുടെ പ്രാർത്ഥനയുമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാരമില്ല മക്കളെ, വരൂ, നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. ദൈവജനത്തിന്റെ ശക്തമേറിയ പ്രാർത്ഥന പൈശാചിക ലോകത്തെ പിടിച്ചു കുലുക്കുന്നു. ബോസ്, ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. എല്ലാം പ്രശ്നമാണ്. ഓ, മനസ്സിലായി. എല്ലാത്തിനും കാരണം വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അവർ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കാണും. ഇതാണ് എനിക്ക് ഏറ്റവും ഭയപ്പെടുന്ന നിമിഷം. അതേ ബോസ്, അവരെല്ലാം വിശുദ്ധ ഭീകരന്മാരാണ്. അങ്ങ് എന്തെങ്കിലും ചെയ്യണം. വരൂ, നമ്മുടെ സർവായുധങ്ങളും എടുക്കൂ. നമ്മുടെ സർവശക്തിയോടെ നമ്മൾ അവരെ തകർക്കണം. നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. എല്ലാം അവസാനിച്ചു. അയ്യോ, ഞങ്ങൾ തോറ്റുപോകുന്നു. ആയുധങ്ങളൊന്നും ഫലിക്കുന്നില്ല. അയ്യോ, പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാൻ ഭൂമിയിൽ പ്രത്യക്ഷനായി വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച ഞാൻ ഇവരോടൊപ്പം എല്ലാ നാളും ഉണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ആകയാൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഇത് അന്ത്യകാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. അതെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ധൂപം കത്തട്ടെ.